കിയോറ, നമസ്കാരം. നമ്മുടെ റുപ്പേഹു യാത്രയുടെ അവസാന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ മഞ്ഞുമലയൊക്കെ കണ്ടിട്ട് തിരിച്ച് ലോഡ്ജിലേക്ക് പോകുന്ന വഴി ഒരു ചെറിയ വാക്കിംഗ് ട്രെയിലിലൂടെ മഞ്ഞുരുകി വരുന്ന ഒരു അരുവി കാണാൻ പോകുന്നു. അതിനുശേഷം ഷറ്റു ടൊങ്കറീറോ എന്ന പഴയ ഹോട്ടലും കാണാൻ പോകുന്നു. പിന്നെ ലോർഡ് ഓഫ് റിംഗ്സ് സിനിമയിലുള്ള ഗോളം പൂൾസ് കണ്ടിട്ട് ലോഡ്ജിൽ പോയി ഈ തണുപ്പത്ത് ഫയർ പ്ലേസിൻ്റെ ചൂട് കൊണ്ട് റെസ്റ്റ് എടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ റൈറിമു വില്ലേജിലെ നാട്ടുവഴികളിലൂടെയൊക്കെ നടന്ന് ഗ്രാമം കാണുന്നു. കുത്തി ഒഴുകുന്ന മഹുയ റാപ്പിഡ്സും കണ്ട് അതിനുശേഷം ഒരു വലിയ ലേക്കും കാണാൻ പോകുന്നു. ലേക്കും കണ്ടിട്ട് തിരിച്ച് ഓക്ലൻഡിലേക്ക് മടങ്ങുന്നു. എല്ലാവർക്കും ഇതുവരെയുള്ള സപ്പോർട്ടിന് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ മലയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇങ്ങോട്ട് വരുന്ന വഴി റോഡിൻ്റെ സൈഡിലൊക്കെ നടക്കാനുള്ള വഴികളുടെ ബോർഡുകളൊക്കെ കണ്ടായിരുന്നു. അപ്പോഴേ കരുതുകയാണ് ഏതെങ്കിലും ഒരു ട്രെയിലിൽ നടക്കാൻ പോകണമെന്ന്. ഈ ഭംഗിയുള്ള ബിൽഡിംഗ് ഒരു ടോയ്ലറ്റും വിശ്രമ കേന്ദ്രവുമാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ട്രെയിൽ നോക്കി നടത്താൻ തുടങ്ങി. ഓരോ നടപ്പാതകളുടെയും പേരും അതിൻ്റെ ലൊക്കേഷനും ഇവിടെ കാണാം. അത് നോക്കി നമ്മൾ നടത്താൻ തുടങ്ങി. കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇതിലൂടെ പോയാൽ മഞ്ഞുരുകി ഒലിച്ചു വരുന്ന നല്ല തെളിഞ്ഞ വെള്ളമുള്ള അരുവി കാണാം. അതിൻ്റെ ഓരത്തൂടെയാണ് നടത്തം. നല്ല ഭംഗിയുള്ള ചെറിയ കാട്ടിലൂടെയും നടക്കാം. പോകും വഴിയെല്ലാം നല്ല വെറൈറ്റി ചെടികളും മരങ്ങളും ഒക്കെയാണ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഇവിടെ ചെറിയ ബോർഡുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ട ഏറ്റവും ചെറിയ ട്രാക്കിലേക്കാണ് അപ്പുവിൻ്റെ നടത്തം. മരങ്ങൾക്കിടയിലൂടെ കല്ലുകൾ വിരിച്ച് നല്ല വൃത്തിയിലും ഭംഗിയിലുമാണ് നടപ്പാതകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ മൗണ്ടെയിൻ ബീച്ച് ട്രീസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ എല്ലാം ചെറുതും ഒരു മീഡിയം ഹൈറ്റിലുള്ള മരങ്ങളാകും. ഇവയുടെ ഇലകളൊക്കെ വളരെ ചെറുതാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ സമുദ്രനിരപ്പിന് 1000 മീറ്റർ മുകളിലാണ് പൊതുവെ ഇവ കാണപ്പെടുന്നത്. ഈ വനം കൂടുതലും മൗണ്ടെയിൻ ബീച്ച് മരങ്ങളാണ്. ഈ മരങ്ങൾ തണുത്ത താപനിലയിലും ഉയരങ്ങളിലെ കഠിനമായ കാലാവസ്ഥയിലും വളരുന്നു. ഈ കൊച്ചു മരങ്ങളും കല്ലുവിരിച്ച വഴിയും ചെടികളും അതിലൂടെ അരിച്ചിറങ്ങി വരുന്ന സൂര്യപ്രകാശവും നമുക്കൊരു ഫാൻറ്റസി സിനിമയിലെ വൈബാണ് നൽകുന്നത്. വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ഞങ്ങൾ ആവേശത്തോടെ നടന്നു. ഒരു ചെറിയ അരുവി കല്ലുകളിലൊക്കെ തട്ടി കാതിന് കുളിർമയേകി ഒഴുകുന്നു. തെളിഞ്ഞ വെള്ളമാണ്, നല്ല തണുപ്പുമുണ്ട്. മഞ്ഞുരുകി വരുന്നതാണല്ലോ. കുറച്ചു നേരം അവിടെ നിന്ന് ഇതൊക്കെ എൻജോയ് ചെയ്തു. വീണ്ടും പാതയിലൂടെ നടന്നു നീങ്ങി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആംബിയൻസാണ് ഇവിടെ. ഫാൻറ്റസി കഥകളിലും പെയിൻറ്റിങ്ങിലും ഒക്കെ കാണുന്ന പോലൊരു നേച്ചർ. കഠിനമായ കാലാവസ്ഥയും കാറ്റും കാരണം വളഞ്ഞൊടിഞ്ഞ കുള്ളൻ മരങ്ങളും അവയിൽ വളരുന്ന പല ടൈപ്പ് പായലുകളും തണലും തണുപ്പും കിടിലം എക്സ്പീരിയൻസാണ് നമുക്ക് നൽകുന്നത്. ഇവിടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇത് മിസ്സായേനെ. ന്യൂസിലാൻഡിലെ നേറ്റീവ്സായ മാവോറികളുടെ നാടോടി കഥകളിൽ ഈ വനങ്ങളിൽ ഫെയറീസ് അല്ലെങ്കിൽ മാലാഖമാരുടെ ആവാസ കേന്ദ്രമാണെന്ന് പറയുന്നു. ഈ കാടിനുള്ളിലേക്ക് കടക്കുക. നിങ്ങൾക്ക് അവരുടെ മാജിക്ക് അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ ഇത് കണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇനി ഷറ്റു ടൊങ്കറീറോ കാണാൻ പോകാം. റോഡ് മുറിച്ച് കടന്ന് അപ്പുറത്തെത്തി. ഇവിടെ നിന്ന് മൗണ്ട് ടൊങ്കറീറോയുടെ നല്ല വ്യൂ ഉണ്ട്. അപ്പുറത്ത് ഷറ്റു ടൊങ്കറീറോ ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നു. പിറകിൽ മൗണ്ട് റുപ്പേഹു മഞ്ഞിലും മേഘത്തിലും മൂടി നിൽക്കുന്നു. ഇത് ഞങ്ങൾ ചെയ്ത ഹോട്ടലിൻ്റെ ഒരു ഡിജിറ്റൽ ആർട്ടാണ്. ഈ ഹോട്ടൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, ടെമ്പററി ആയിട്ട് ക്ലോസ്ഡ് ആണ്. എത്രയോ ഏരിയയാണ് വെറുതെ കിടക്കുന്നത്. നാട്ടിലായിരുന്നെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഇവിടെ ഫുട്ബോൾ കളിക്കായിരുന്നു. ഇതൊക്കെ ആലോചിച്ച് ഹോട്ടലിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് ഞാൻ മുന്നോട്ട് നടന്നു. ഇനി നേരെ ഗോളം പൂൾസ് എന്നറിയപ്പെടുന്ന തവായ് ഫാൾസിലേക്കാണ്. ഈ വെള്ളച്ചാട്ടം ലോർഡ് ഓഫ് റിംഗ്സ് എന്ന ഹോളിവുഡ് സിനിമയിലെ ഗോളം എന്ന ക്യാരക്ടർ ഇരുന്ന് മീൻ പിടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗോളം പൂൾസ് എന്നറിയപ്പെടുന്നത്.
ആവേശത്തോടെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിച്ചെന്നത്. പക്ഷേ ഇവിടെ നല്ല തിരക്കാണ്. കൂടുതലും നമ്മുടെ രാജ്യക്കാർ തന്നെ. 1-2 വലിയ ഗ്രൂപ്പ് ഇന്ത്യൻസും പിന്നെ കുറച്ച് ഫോറിനേഴ്സും ഉണ്ട്. കുറേ നേരം ഞങ്ങളും നമ്മുടെ കൂടെ കുറച്ച് പേരും സൈഡിൽ വെയിറ്റ് ചെയ്തു, വെള്ളച്ചാട്ടവും പരിസരവും ഒക്കെ നന്നായി കാണാൻ വേണ്ടി. പക്ഷേ നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടെ അതിനു മുന്നിലുള്ള പാറക്കെട്ടുകളിൽ കയറിയിരുന്നു. പിന്നെ അവിടുന്ന് മാറിയിട്ടില്ല. അവിടെയുള്ള അവരുടെ കൂട്ടുകാരെയും വിളിച്ച് അതിൻ്റെ മുകളിലിരുത്തി. അങ്ങനെ വ്യൂ മുഴുവൻ ബ്ലോക്കായി. കുറച്ച് ഫോട്ടോസും എടുത്ത ശേഷം വെയിറ്റ് ചെയ്ത് മടുത്ത ഞങ്ങളും മറ്റു ചിലരും തിരിച്ചു നടന്നു. നമ്മുടെ പിറകെ വരുന്നവരും ഇവരെ കുറ്റം പറഞ്ഞാണ് വരുന്നത്. പുറം രാജ്യങ്ങളിലും പോയി ഇങ്ങനെ ഓരോ അലമ്പ് കാണിച്ച് അവിടെ ഉള്ളവരെ കൊണ്ട് ഇന്ത്യക്കാരെ മുഴുവൻ കുറ്റം പറയിപ്പിക്കും. അങ്ങനെ നടന്നു കഴിഞ്ഞ് ലോഡ്ജിലേക്ക് പോകാൻ തീരുമാനിച്ചു. നല്ല ക്ഷീണമുണ്ട്. രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ലോഡ്ജിലെത്തി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫയർ പ്ലേസിൻ്റെ മുന്നിലിരുന്ന് ചൂട് കൊണ്ടു. അവിടെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. പുറത്ത് നല്ല തണുപ്പാണ്. അടുത്ത ദിവസം രാവിലെ റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. നല്ല അടിപൊളി തണുപ്പാണ് പുറത്ത്. കാറിൻ്റെ ഗ്ലാസ്സൊക്കെ ഐസായിട്ടിരിപ്പുണ്ട്. പുറത്ത് ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ ലോഡ്ജിലെ നായ്ക്കുട്ടി നമ്മുടെ പുറകെ കളിച്ചുകൊണ്ട് കിടപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു പഴയ ലോഡ്ജിൻ്റെ സെറ്റപ്പ്. ഇതേ വീണ്ടും ഓടി വരുന്നു. പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് ഉള്ളിലെ നല്ല തണുപ്പാണ്. ഹീറ്ററൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് നമ്മൾ കിടന്ന് ഉറങ്ങിയത്. ചെക്കൗട്ട് ചെയ്യാനായി മുന്നിലേക്ക് പോയി. എല്ലാവരോടും യാത്രയും പറയണം. ഇന്നലെ രാത്രി ഇവിടെ ഉള്ളവരായി നല്ല കമ്പനി ആയിരുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആൾക്കാരായിരുന്നു. ഇതേ കൂട്ടം വീണ്ടും വരുന്നു. നായ്ക്കുട്ടിയോടും യാത്ര പറഞ്ഞ് നമുക്ക് ഗ്രാമം കാണാൻ പോകാൻ ടൈമായി. റൈറുമു എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്. ഒരു ചെറിയ ഗ്രാമമാണ്. കുറച്ച് നേരം ഈ ഗ്രാമമൊക്കെ കറങ്ങി നടന്ന് കാണാമെന്ന് വെച്ചു നടന്നു. ഇതൊരു ചെറിയ പുഴയും ഒരു ലുക്കൗട്ടുമാണ്. അവിടെ നിന്നാൽ ഇവിടുത്തെ പഴയ സ്പൈറൽ റെയിൽവേ ലൈനും വില്ലേജിൻ്റെ കുറച്ച് ഭാഗങ്ങളും കാണാം. നമുക്ക് അവിടേക്കാണ് നടന്നെത്തേണ്ടത്. നല്ല സൈലൻ്റായ പ്രദേശം. കിളികളുടെയും വെള്ളം ഒഴുകുന്ന ശബ്ദവും മാത്രമേ കേൾക്കാനുള്ളൂ. പിന്നെ നടന്ന് കുഴഞ്ഞ ഞങ്ങളുടെ അണയ്ക്കുന്ന സൗണ്ടും കേൾക്കാം. മുകളിൽ നിന്നുള്ള കാഴ്ച മനോഹരമാണ്. ചില വീടുകൾ മൂടൽ മഞ്ഞിൽ മുങ്ങി നിൽക്കുന്നു. പഴയ റെയിൽവേയുടെ ഹിസ്റ്ററി ഇവിടെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് റൈറുമു വില്ലേജ്. ആകപ്പാടെ കുറച്ച് വീടുകളേ ഉള്ളൂ. വളരെ പഴയതും പുതുക്കി പണിഞ്ഞതുമൊക്കെയായ കുറച്ച് വീടുകൾ. അതിൽ പലതും ലോഡ്ജുകളും എയർബിഎൻബികളും ഒക്കെയാണ്. തിരിച്ചു വരുന്ന വഴി ഈ ഡിനോസറിൻ്റെ വലിയ സ്കൾപ്ചർ കണ്ടു. ഈ ഏരിയ മുഴുവൻ ഇങ്ങനെയുള്ള തടിയിൽ നിർമ്മിച്ച മൃഗങ്ങളെ കാണാം. റൈറുമു റെക്സ് എന്നാണ് ഇവൻ്റെ പേര്. ഉള്ളിൽ ഇരുമ്പിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം തടി കൊണ്ട് നിർമ്മിച്ചതും. അളിയനോടും യാത്ര പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. തിരിച്ചു പോകുന്നത് ഇന്നലെ പോയ അഗ്നിപർവ്വതങ്ങളുടെ മുന്നിലൂടെയാണ്. ഒന്നുകൂടെ മഞ്ഞുമലകളെ കാണാമെന്ന് കരുതി. എന്നാൽ എല്ലാവരും മേഘങ്ങളുടെ ഇടയിൽ മറഞ്ഞിരിക്കുകയാണ്. വഴിയിലതാ മറ്റൊരു ശില്പം. ന്യൂസിലൻഡിൻ്റെ നാഷണൽ പക്ഷിയും മുഖമുദ്രയുമായ കിവി പക്ഷിയുടേതാണ് ആ ശില്പം. ന്യൂസിലൻഡുകാരെയും കിവീസ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അതും കണ്ടിട്ട് നേരെ മഹൂയ റാപ്പിഡ്സ് കാണാൻ പുറപ്പെട്ടു. നമ്മൾ ഇന്നലെ പോയ നാഷണൽ പാർക്കിൽ നിന്നും വെറും 8 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താം. റോഡിൻ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി. റോഡ് ട്രിപ്പ് പോകുമ്പോൾ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി നിർത്താൻ പറ്റിയ സ്ഥലമാണിത്. കിടിലൻ സ്പോട്ട്. കുറച്ചു നേരം അവിടെ നിന്നിട്ട് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വിശക്കുന്നുണ്ട്. എവിടെയെങ്കിലും നിർത്തി ഫുഡ് കഴിക്കാമെന്ന് വെച്ച് ഫോണിൽ തപ്പിയപ്പോഴാണ് ഒരു ലേക്ക് കണ്ടത്. കയ്യിലുള്ള ഫുഡ് അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് വെച്ചു അങ്ങോട്ട് വെച്ച് പിടിച്ചു. അതും പോകുന്ന വഴിക്ക് തന്നെയാണ്. ലേക്ക് റൊട്ടോയ്റ എന്നാണ് ഇതിൻ്റെ പേര്. അവിടെ നിർത്തി കാഴ്ചകൾ കണ്ടുകൊണ്ട് കയ്യിലുള്ള സ്നാക്സും മറ്റു ഭക്ഷണവും കഴിച്ചു. പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു ലൊക്കേഷൻ തന്നെയാണിത്. ഈ ലേക്ക് നമ്മുടെ പ്ലാനിൽ ഇല്ലായിരുന്നു. സൂപ്പർ ഏരിയ. ഇതൊരു ക്യാമ്പിംഗ് ഗ്രൗണ്ട് കൂടെയാണ്.
ആളുകൾ അവരുടെ ബോട്ടുകളുമായിട്ടും ഇവിടെ വരുന്നുണ്ട്. അവിടുന്ന് വരുന്ന വഴി ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റൊരു വ്യൂ പോയിൻ്റ്, അവിടെയും ചവിട്ടി. ടേ പൊനാൻഗ സാഡിൽ വ്യൂ പോയിൻ്റ്. ഈ പേരൊക്കെ ഇങ്ങനെ തന്നെയാണോ പറയുന്നതെന്തോ. ഇതും റെസ്റ്റ് എടുക്കാൻ നല്ലൊരു ഏരിയ തന്നെയാണ്. ഇവിടെ നിന്നാൽ നല്ല വ്യൂ ഉണ്ട്. അതൊരു പവർ സ്റ്റേഷനാണ്. ആ കുന്നിൻ്റെ പേര് മോസ്കിറ്റോ ഹിൽ എന്നാണ്, കൊതുകുമല. ആ ഷേപ്പ് കണ്ടിട്ടാവും അങ്ങനെ വിളിക്കുന്നത്. ദൂരെ കാണുന്നത് ലേക്ക് ടോപ്പോ ആണ്. അങ്ങനെ പോകുന്ന വഴിയാണ് ഈ സ്റ്റീമിംഗ് ക്ലിഫ്സ്. ഈ മലകളുടെ മുകളിൽ പുക പോകുന്നത് കണ്ടില്ലേ? അത് ഭൂമിക്കടിയിൽ നടക്കുന്ന ജിയോതെർമൽ ആക്ടിവിറ്റി കാരണമാണ് ഇത് കാണപ്പെടുന്നത്. ഭൂമിയുടെ കോറിലെ അല്ലെങ്കിൽ കാമ്പിൽ നിന്നുള്ള ഊർജം ഭൂമിയിലടിയിലുള്ള വെള്ളത്തിനെ ചൂടാക്കുകയും ആ നീരാവി ഭൂമിയുടെ ഉപരിതലത്തിലെ ഗ്യാപ്പുകൾ വഴി പുറത്തേക്ക് എസ്കേപ്പ് ആകുന്നു. ഇത് കണ്ടാൽ മലമുകളിൽ ആരോ തീയിട്ടതുപോലെ തോന്നും. ഇനി ഇവിടെ കറങ്ങി നിന്നാൽ വീട്ടിലെത്താൻ ലേറ്റ് ആകുമെന്നതുകൊണ്ട് സ്ഥലം വിടാൻ തീരുമാനിച്ചു. പോകുന്ന വഴി മുഴുവൻ ഫാം ലാൻഡുകളാണ്, വിജനവും മനോഹരമായ സ്ഥലങ്ങളും. വൈക്കാട്ടോ റിവറിന് കുറുകെയുള്ള ഡാമിന് മുകളിലൂടെയാണ് പോകുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും നിർത്തുന്നില്ല എന്ന് തീരുമാനിച്ചു. വീക്കെൻഡിൽ ഒരു അടിപൊളി റോഡ് ട്രിപ്പ് ചെയ്തതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും ഇതൊക്കെ തീർന്നല്ലോ എന്നും നാളെ മുതൽ വീണ്ടും സ്ഥിരം ലൈഫിലേക്ക് മടങ്ങുന്നതിൻ്റെ വിഷമവും ഉണ്ട്. അത് എല്ലാ നല്ല യാത്ര കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാകുമല്ലോ. ഈ മനോഹരമായ യാത്രയിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾക്കും ഇത് കണ്ടിട്ട് ഒരുപാട് സന്തോഷവും കുറച്ച് അറിവും ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലിവിങ് മല്ലു.